പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ മാപിനിയിൽ വല്ലാത്ത കയറ്റിറക്കങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കയറ്റിറക്കം എന്ന് പറയുന്നത് CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഇലക്ഷൻ റിവ്യൂ നടത്തിയതിന് ശേഷം നിരന്തരമായി CPM ആക്രമിക്കുന്നത് SNDP യോഗത്തെയും വെള്ളാപ്പള്ളി നടേശനെയുമാണ്. കഴിഞ്ഞ ദിവസം പ്രീതി നടേശൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു, മകനെ വിമർശിക്കുന്നു. SNDP യോഗത്തിൻ്റെ ശാഖകളായി RSSൻ്റെ ശാഖകളായി മാറുകയാണെന്ന് പറയുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഗോവിന്ദൻ എന്ന് തന്നെ പറയാം, ഗോവിന്ദൻ വന്നിട്ട് പറയുകയാണ് SNDP യോഗവും BDJS-ഉം സംഘപരിവാരത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി, വലിയ തോതിലുള്ള മുസ്ലിം പ്രീണനം കൊണ്ടാണ് തോറ്റതെന്ന് മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവായ മുനീർ വരെ പറഞ്ഞു. CPM-ൻ്റെ മുസ്ലിം പ്രീണനം കണ്ട് ഞങ്ങൾക്ക് പോലും മടുത്തു, അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ വോട്ട് ചെയ്തു തോന്നുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ പോലും വെറുക്കുന്ന പ്രീണനം നടത്തിയത് മുസ്ലിങ്ങളെയും വെറുപ്പിച്ചു, ഈഴവരെയും വെറുപ്പിച്ചു. അതിൻ്റെ പേരിൽ ഈഴവരുടെ മീതെ ഇങ്ങനെ നിരന്തരം എന്തിനാണ് പിണറായി മെക്കിട്ട് കയറുന്നത്? നേരത്തെയും ഇതേപോലെ തന്നെ CPM-ഉം അതേപോലെ തന്നെ SNDP യോഗ നേതൃത്വവുമായിട്ട് സംഘർഷം ഉണ്ടായിട്ടുണ്ട് മുൻപ്. അത് അന്നും ഇത് കുറേ നാളത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഈ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. നേരത്തെ അത് വളരെ ശക്തമായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ അത്രത്തോളം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ വിശകലനം ചെയ്യുമ്പോഴൊക്കെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഴവ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു അടിത്തറ വോട്ട് ബാങ്കാണ്. അതിൽ നല്ല രീതിയിൽ പിളർപ്പുണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഗോവിന്ദനെ വല്ലാത്ത തരത്തിൽ ശരിക്കും വിരളി പിടിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് പക്ഷേ ഇങ്ങനെ ഒച്ചയും നടന്നിട്ട് കാര്യമില്ല. കാരണം ഒച്ചയും ബഹളം ഉണ്ടാക്കിയതിൻ്റെ പേരിലൊന്നും സംശയം. CPM എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ SNDP യോഗം അല്ലെങ്കിൽ ഈഴവർ CPM-ന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നേർച്ചക്കോഴികളാണ് എന്ന തരത്തിൽ കൊല്ലാനും ചാവാനും അവർ തന്നെയാണ്, കൊല്ലുന്നതും ചാവുന്നതും അവർ തന്നെയാണ്. എവിടെ നോക്കിയാലും ഏത് രാഷ്ട്രീയ സംഘർഷം എടുത്താലും ചാവുന്നതും കൊല്ലുന്നതും മിക്കവാറും ഒന്ന് തീയന്മാർ അല്ലെ ഈഴവരാണ്. അപ്പോൾ ഇവർ ചാവേറുകളും നേർച്ചക്കോഴികളുമായി വോട്ട് ചെയ്യുന്ന യന്ത്രങ്ങളായി ഈഴവർ നിൽക്കണമെന്ന് ശടിക്കാൻ CPM-ന് എന്താ അവകാശം? ഒരു അവകാശവുമില്ല എന്ന് പലരും തീർച്ചയായിട്ടും ഈഴവ് എന്നാണ് സമുദായത്തിൽ നിന്ന് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളായി തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞു. കാരണം നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ ഏത് പാർട്ടിയുടെ ആളുകളായാലും മരിച്ചു വീഴുന്നവർക്കാരും തീയരോ അതേപോലെ തന്നെ ഈഴവരോ ആയിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അന്ന് മുതൽ ഞങ്ങളിങ്ങനെ ചാവേറുകളായി മാത്രം ജീവിക്കാനായിട്ട് ബാധ്യസ്ഥരാണോ എന്ന് പറയുന്ന ചോദ്യം അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM മുൻകാലങ്ങളിൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആരംഭിച്ച് പ്രവർത്തനം നടത്തി വന്ന ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈഴവ സമുദായമായിരുന്നു. കാരണം ഈഴവ സമുദായത്തിൻ്റെ തന്നെ മേൽക്കൈക്ക് വേണ്ടി, പോരാട്ടങ്ങൾക്ക് വേണ്ടി കയർ തൊഴിലാളികൾ, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ, ചെത്തുതൊഴിലാളികൾ, മണൽവാര തൊഴിലാളികൾ, അങ്ങനെ നിരന്തരം നിരവധി മേഖലകളിൽ ബീഡി തെറുപ്പ് തൊഴിലാളികൾ, ഇവരൊക്കെ മിക്കവാറും ഈ ഈഴവ മാസമായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ട്രേഡ് യൂണിയനും അവരുടെ ഒരു വളർച്ചയും വികാസവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈഴവ വോട്ട് ബാങ്കായിട്ടത് ഡെവലപ്പ് ചെയ്തു വന്നത്. ഒരു പൊളിറ്റിക്കലി ലോയൽ കമ്മ്യൂണിറ്റി അങ്ങനെയാണ് വന്നിരുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പങ്കൊന്നും ലഭിക്കാതെ അങ്ങനെ ലഭിക്കാതായ സമയത്താണ് ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. അത് ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മന്ത്രിസഭ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷം ഇടതുപക്ഷമാണ് മന്ത്രിസഭ എങ്കിൽ പോലും അതിൽ ബഹുഭൂരിപക്ഷം നായന്മാരാണ് എന്ന് പറയുന്നത് ഈഴവരും നായന്മാരുമാണ്. അവർ രണ്ടുപേരുമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നത്, ഇപ്പോൾ അങ്ങ് പറഞ്ഞ അടിസ്ഥാന നിരൂപകർ, ബീഡി തൊഴിലാളി, ചെത്തുതൊഴിലാളി, കർഷക തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, ഇവരൊക്കെ ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ ഈഴവ ഈ മേഖലയിലുള്ള തൊഴിൽ മേഖലയിലുള്ള മാസുകൾ മുഴുവൻ CPM-നെ പിന്തുണച്ചു. പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ CPM-നെ പിന്തുണച്ച ഈ വിഭാഗങ്ങൾ ആകെ തകർന്നുപോയി. കള്ളിയത്ത് നശിച്ചു, കയർ മേഖല നശിച്ചു, കശുവണ്ടി നശിച്ചു, കൈത്തറി നശിച്ചു. അപ്പോൾ ഈഴവർ CPM-നെ വലിയ തോതിൽ ഇത്തരം മേഖലകളിൽ പണിയെടുക്കുന്ന അവിടെ കൊണ്ടാണ് ഇവർ ഈ കമ്മ്യൂണിറ്റി ജീവിക്കുന്നത്. സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായി ഒരു ബഗൻ വന്നു വിഴുകുന്നത് പോലെ ഈഴവ കമ്മ്യൂണിറ്റിയെയും അവരുടെ പാരമ്പര്യ ജീവിത ഉപാധികളെയും നശിപ്പിക്കുകയല്ലേ CPM ചെയ്തത്? അല്ലേ, അതൊക്കെ അങ്ങനെ നശിച്ചു പോയ സമയത്ത് ചിലപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഈ തൊഴിൽ മേഖലകളൊക്കെ വേണമെങ്കിൽ നശിച്ചേക്കാം. പക്ഷേ അതിന് കാരണം നമുക്കറിയാം, നമ്മൾ ആധുനികവൽക്കരണത്തിലേക്കും സാങ്കേതികതയിലേക്കും പോകുന്ന സമയത്ത് ഇതിൽ പലതും സ്വാഭാവികമായിട്ടും നശിച്ചു പോകാൻ സാധ്യതയുള്ള നശിച്ചു പോകും. പക്ഷേ അങ്ങനെ നശിച്ചു പോകുമ്പോൾ
അതിന് ബദലായിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു കഴിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ടതായിട്ട് പണ്ട് എനിക്ക് ദിനേശ് തോന്നുന്നത്. ബി ഡി സമരം ഉണ്ടായപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഗണേഷ് ബി ഡി കൊണ്ടുവന്നിട്ട് സപ്പോർട്ട് ചെയ്തൊരു ചരിത്രം CPM-നുണ്ട്. എക്കജിയുടെ കാലത്താണെന്ന് തോന്നുന്നു അല്ലേ? അതെ പക്ഷെ അതിനുശേഷം ഈ പാരമ്പര്യ തൊഴിൽ മേഖലകളിൽ നിന്ന് ഈഴവ കമ്മ്യൂണിറ്റി ഗതികെട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ കേരളത്തിലെ ഏറ്റവും പിന്നാക്കം സാമ്പത്തികമായ ഒരു ദരിദ്ര കമ്മ്യൂണിറ്റിയായി മാറിയപ്പോൾ CPM സഹായിച്ചില്ല. അല്ല, അതിന് ബദൽ സംവിധാനം കൊണ്ടുവരുന്ന കാര്യത്തിൽ CPM പരാജയപ്പെട്ടു പോയി. തന്നെയാണ് ഞാൻ പറഞ്ഞത്, സഹായിച്ചില്ല എന്നുള്ളത്. അതെ, ശരിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് വന്ന ആളുകൾ ആരും തന്നെ ഇതിൻ്റെ കൂടെയില്ല. കാരണം ആ മേഖലകൾ തന്നെ ഇല്ല എന്നുള്ളതാണ്. നശിപ്പിച്ചു കളഞ്ഞു. അതില്ലാതെ സമ്പൂർണ്ണമായിട്ടും അത് പൂർണ്ണമായിട്ടും ഇല്ലാതായ ഒരവസ്ഥയിൽ ഇപ്പോൾ ചെത്തൊഴിലാളികൾ എന്നൊക്കെ പറയുന്നത് ആകെയുള്ളത് കണ്ണൂരും അതേപോലെ തന്നെ കാസർഗോഡും ഒക്കെയാണ്. കണ്ണൂരുകാരോ കാസർഗോഡുകാരോ അല്ല ചെത്തണത്. പകരം എറണാകുളം ജില്ലയിൽ നിന്നും അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും അന്തിക്കാട്ടൊക്കെ ഉണ്ടായിരുന്നായിട്ടുള്ള ആളുകൾ അവിടെ പോയിട്ടാണ് ഗോപാലപുരത്തൊക്കെ തോപ്പുകളിൽ നമ്മുടെ നാട്ടിൽ പോയി താമസിക്കാൻ നടക്കുന്നത്. അങ്ങനെയാണ് അത് വരുമാനത്തിന്റെ കാര്യത്തിൽ നല്ല വരുമാനം ഉണ്ടാകുന്ന തൊഴിലായിരുന്നു ചെത്ത്. അതെ. എന്നിട്ട് പോലും ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു പാരമ്പര്യ തൊഴിൽ, അത് മാത്രമല്ല നെയ്ത്തും വൈദ്യവും ഒക്കെ ഈ സമുദായത്തിന്റെ തൊഴിലായിരുന്നു. പക്ഷേ ഇതങ്ങ് ആകെ തകർന്ന് തരിപ്പണമായിപ്പോയി. സഹായിച്ച ആളുകൾക്ക് സഹായിച്ചവരിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചതിച്ച ചരിത്രമേ കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റിക്കുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. ശരിയാണ്. അതെ, അവർ പറയുന്നതും അതുപോലെ തന്നെ അവരതിൽ നിന്ന് പിൻവാങ്ങുന്നതിൻ്റെയും ഒക്കെ കാരണം അതായി മാറിത്തീരുകയാണ്. അങ്ങനെ മാറിത്തീരുന്നതിനോടൊപ്പം തന്നെയാണ് ഈ SNDP യോഗവും അതിൻ്റെ നേതൃത്വം. അതിന് നേതൃത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും മകനും അതേപോലെ തന്നെ പ്രീതി നടേശനൊക്കെ ആയിട്ട് ചുരുങ്ങി കഴിഞ്ഞിരിക്കുന്ന ഒരു നേതൃത്വമാണ് അതിനുള്ളത്. ആ നേതൃത്വത്തിനെതിരെ ഉള്ള ഒരു സമരമായിട്ട് ഇപ്പോഴത്തെ സമരം മാറിത്തീരുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാൾ മുമ്പ് എന്തായിരുന്നു സ്ഥിതി? പിണറായി വിജയൻ ആരെയാണ് സഹായിച്ചിരുന്നത്? ഏറ്റവും ശക്തമായിട്ട് വെള്ളാപ്പള്ളിയെ സഹായിച്ചിരുന്ന. വെള്ളാപ്പള്ളിയുടെ മകനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിലാണ് പ്രശ്നം പരിഹരിക്കാനായിട്ട് യൂസഫ് അലിയും അതേപോലെ തന്നെ പിണറായി വിജയനൊക്കെ ശ്രമിച്ചത് നമ്മൾ കണ്ടത്. പക്ഷേ എവിടെയോ ഇവർ തമ്മിൽ ഉള്ള ആ എന്താണ് ആ ഹാർമണി, ഐക്വേഷനോ ഹാർമണിയോ കെമിസ്ട്രിയോ ഒക്കെ തകർന്നു പോയതാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇത്തരത്തിൽ വലിയ പ്രശ്നമായിട്ട് വന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. അതിനും ഈ ഇക്വേഷൻ തകർന്ന് മാത്രമാവണമെന്നില്ല. കാരണം കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ SNDP യോഗ നേതൃത്വത്തിന്റെ നിലപാടുകൾ കൊണ്ടൊന്നുമല്ല ഈഴവർ CPM-നെ വിട്ടു BJP-ക്ക് അനുകൂലമായ പ്രശ്നങ്ങളുണ്ടാവണത്. കാറ്റ് മാറുന്നു എന്നുള്ളത് യോഗ നേതൃത്വം തിരിച്ചറിഞ്ഞതും ആയിരിക്കാം. അങ്ങനെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല BDJS ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരത്തിൻ്റെ പങ്ക് പറ്റണം എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നില്ല. രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതങ്ങനെ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അവർ ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെ കൂടെ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് നടക്കാതിരുന്ന സമയത്ത് അവർ പോയി BJP-യുടെ കൂടെയാണ്. അങ്ങനെയാണല്ലോ സംഭവിച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP-യുടെ കൂടെ ചേർന്നിട്ടും അവർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം BJP അധികാരത്തിലേക്ക് വരുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ മാത്രമാണ് ഇവർക്കിനി രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ആ രീതിയിൽ ആലോചിക്കാൻ കഴിയും. എന്നുവെച്ചാൽ അധികാരം അവരുടെ കയ്യിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. പക്ഷേ അവർ മറ്റൊരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കലാപം നടത്താനായിട്ട് നിലവിലുള്ളതായിട്ടുള്ള സംവിധാനത്തിനെതിരെ കലാപം നടത്താനുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കപ്പെട്ടത്. അത് BDJS പറഞ്ഞിട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ പല ആളുകൾ, ആലപ്പുഴയിലുള്ള പല ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് BDJS-നായാലും നല്ല പങ്കുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ വോട്ടുകൾ മാറിപ്പോകുന്നതിൽ എന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, CPI-യുടെയും CPM-ൻ്റെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ. അപ്പോൾ വേണ്ടത്ര ഇക്കാര്യത്തിൽ പാർട്ടി ജാഗ്രത പുലർത്താത്തതിൻ്റെ ഫലമായി സംഭവിച്ച കുഴപ്പമാണ് എന്നാണ് ഈ ആളുകൾ എന്നോട് സംസാരിച്ച ആളുകൾ. എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പം ഒരാൾ നമ്മളോട് ശത്രുതയിൽ പോയി, നമ്മുടെ കൂടെ നിന്നൊരാൾ നമ്മളിൽ നിന്ന് മാറിപ്പോയ ആളെ തിരിച്ചു കൊണ്ടുവരിക എന്നതിനുള്ള ഒരു സമീപനം എടുക്കുന്നതിന് പകരം നിരന്തരം പുലഭ്യം പറയുക. ഇപ്പോൾ പ്രീതി നരേശൻ്റെ ഒക്കെ പേര് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട ഒരു കാര്യവും ഗോവിന്ദനില്ല. വെള്ളാപ്പള്ളിയെ യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലും തുഷാറിനെ വേണമെങ്കിൽ BDJS-ൻ്റെ സെക്രട്ടറി എന്ന നിലയിലും ആക്ഷേപിക്കാം. പക്ഷേ വീട്ടിലിരിക്കുന്നവരെ പറയരുതെന്ന് പറയുന്ന പാർട്ടിയാണ്. അല്ല, അതിൻ്റെ അകത്ത് നമ്മളോട് വെള്ളാപ്പള്ളിയെയോ അതേപോലെ തന്നെ തുഷാറിനെയോ പ്രീതി നടേശനെയോ ഒന്നും സംസാരിക്കാനും വ്യക്തിപരമല്ലല്ലോ. അതെ. അപ്പോൾ അവർക്കെതിരെ അതിൽ സംസാരിക്കുന്നതിൽ ഒരു കഥയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുകയും അതിനനുസരിച്ച് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് ഈ അല്ലെങ്കിൽ വിട്ടുപോയപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ അവരുടെ കൂടെ എന്നാണ് ചിന്തിക്കുന്നത്. അതെ, അതായത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നവരെ വീണ്ടും ചീത്ത വിളിച്ച് ഇപ്പം തന്നെ ആടി നിൽക്കുന്ന ആളെ അപ്പുറത്ത് ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ഗോവിന്ദൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് മനഃപൂർവ്വമാണോ?
നമുക്ക് മനഃപൂർവ്വമാണോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതോ അദ്ദേഹം വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന്റെ ആർക്കും മനസ്സിലാവാത്ത തലങ്ങളിൽ ഇങ്ങനെ സ്വപ്ന ബാലഭാസ്കറായി നടക്കുകയാണ്? ഞാൻ പലപ്പോഴും അത്ഭുതത്തോട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗോവിന്ദ മാസ്റ്ററാണ് ഇവിടുത്തെ ഈ മാർക്സിസത്തിൻ്റെ സൈദ്ധാന്തിക ഇടം എന്നുള്ള നിലക്ക് പലരും സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ മാർക്സിസമൊന്നും കാര്യമായിട്ട് അറിയാൻ പാടുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഈ കാര്യങ്ങളെല്ലാവരും ചെയ്യേണ്ടിയിരുന്നത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് വിളിച്ച് പറഞ്ഞിട്ട് നടന്നിട്ട് എന്താ കാര്യം? ഒന്ന്, ആ വാക്ക് തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാവില്ല. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ അത് വളരെ നല്ല ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവർക്ക് മനസ്സിലാകാത്ത ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. അതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരുന്നാൽ അവർക്കും നല്ലതാണ്, നാട്ടുകാർക്കും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായി? കാരണം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലമുണ്ടാകും. മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് അത് മനസ്സിലായെന്ന് കരുതി മറ്റുള്ളവരോട് സംസാരിക്കുകയും അവരെ മനസ്സിലാക്കാൻ പോകുന്ന സമയത്ത് സംഭവിക്കുന്ന ദുരന്തമാണ് ഗോവിന്ദന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈയിടെ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ CPM ഇമ്മീഡിയറ്റ്ലി തീരുമാനിച്ചിരിക്കുന്നത് SNDPയുടെ യൂണിയനുകൾ, ശാഖായോഗങ്ങൾ, അല്ലെ ശാഖാ കമ്മിറ്റികൾ, ഇതൊക്കെ പിടിക്കുക. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി സഖാക്കൾ അതിലേക്ക് വരിക. അങ്ങനെ ഈ വിട്ടുപോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാം എന്ന് കരുതുക. അതിന് വല്ല കാര്യമുണ്ടോ? അല്ല, അത് നേരത്തെ അമ്പലത്തിലേക്ക് ഗോവിന്ദൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഇപ്പോൾ അമ്പലത്തിൽ കയറണം. നേരത്തെ പാർട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സഹാക്കളെ ഈ അമ്പല കമ്മിറ്റികളിലേക്ക് പറഞ്ഞു വിട്ടു. അമ്പല കമ്മിറ്റികളിൽ അവർ കുടിയിരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ വരികയൊക്കെ ചെയ്തു. ആ സഹാക്കൾക്ക് സംഭവിച്ച മാറ്റം എന്താണ്? അവർ അമ്പല കമ്മിറ്റിക്കാരായി അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ട് അവരെ പറഞ്ഞയച്ച് അതിനെ പിടിച്ചെടുക്കാം എന്ന് വിചാരിക്കുക എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നവർ അവരുടെ ജോലി ചെയ്യട്ടെ. അല്ല, ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് ഇത്തിരി സമാധാനമൊക്കെ കിട്ടും. ഈ പാർട്ടി പരിപാടി കൊണ്ട് പോകണ്ട, ഇത്തിരി സമാധാനവും ആളുകളുമായിട്ട് സൗഹൃദത്തോടെ സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടും. ഗുണ്ടായിസം കാണിക്കാൻ പറ്റുമല്ലോ അമ്പല കമ്മിറ്റി ആയാൽ. അല്ല, അമ്പല കമ്മിറ്റിയിൽ പോയിരിക്കുന്ന സമയത്ത് അവരുടെ ക്യാരക്ടർ വേറെ, ക്യാരക്ടർ മാറിപ്പോവും. അവരുടെ ക്യാരക്ടർ മാറിപ്പോവും. അവരതിനെ നടക്കട്ടെ. ഇവിടുത്തെ ക്യാരക്ടർ ശരിയല്ല എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പരിപാടികൾ ഇട്ട് കൊടുക്കുക. എന്നത് മനുഷ്യനെ സ്വസ്ഥത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് നേരം കിട്ടില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല, സ്വസ്ഥതയില്ലാത്ത വലിയ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത്. അല്ല, അമ്പലക്കം പറ്റി പോകുന്നൊരു ഗുണമുണ്ട്. ഉള്ളിൽ കയറിയിരിക്കുന്ന സ്റ്റാലിൻ്റെ പ്രേതം ഇറങ്ങിപ്പോവും. അല്ല, അമ്പലക്കമ്മിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക്, ഞാൻ പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ലൈഫ് ഇഷ്ടപ്പെടുകയും അതിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അമ്പല കമ്മിറ്റിയിലേക്ക് പോയിരിക്കുന്ന സമയത്ത് അവർ തന്നെ ഒരു നേതൃത്വമായി മാറുകയും അവരതിനെ ആസ്വദിക്കുകയും അത് ആഘോഷിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഇവരുടെ ഈ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാനല്ല അവർ പോകുന്നത്. അവർ പിന്നെ അമ്പല കമ്മിറ്റിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അത് കുറെ കഴിയുമ്പോൾ പാർട്ടിക്കെതിരായി CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അല്ല, റവറൻസ് അല്ല ഒരു അമ്പല കമ്മിറ്റി പ്രസിഡന്റിന് കിട്ടുന്നത്. ഇപ്പുറത്തൊരു ആദരവുണ്ട്, മറ്റിടത്ത് ഒരു ഭയമാണ്. ഇവരെ പിടക്കിയ പണി അങ്ങനെയാക്കി മാറ്റിയത് മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ പഴയൊരു കാലത്ത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അന്ന് ഇവർക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താണ്, ഇവർ സത്യസന്ധരും ആത്മാർത്ഥകളും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നവരായിട്ടാണ് നിൽക്കുന്നത് പാർട്ടി സെക്രട്ടറി. ഇപ്പോഴത്തെ സ്ഥിതിയല്ല. ഇവനൊരു ചെറിയ പിണറായി ആയിട്ടാണ് ഓരോ സ്ഥലത്ത് ഇരിക്കുന്നത്. മനസ്സിലായി? ആ പിണറായിയുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ മുഖഭാവം പ്രകടമാക്കുന്നത് പോലെ വലിഞ്ഞു മുറുകി വളരെ പ്രഷറബിളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ആ മനുഷ്യന് ഇഷ്ടമായിരിക്കില്ല, അയാൾ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തതായിട്ടുള്ള ആളുകളാക്കിയിട്ട് ഇവരെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റി. അല്ല, ഇത് പറഞ്ഞത് ഈ സംസ്ഥാന സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വല്ലവരുടെ ശരീരഭാഷയും യൂണിഫോം ഒരുപോലെ അലക്കി തേച്ച് ഈ ഉടുപ്പിനകത്തൊക്കെ എങ്ങനെ കയറും നമ്മൾ ആലോചിക്കും. അതുപോലെ പണ്ട് കോൺഗ്രസ്സുകാർ തേച്ച് വടി പോലെ ആക്കുന്നത് പോലെയുള്ള കരയൊക്കെ നേരെ നിൽക്കുന്ന ക്യാരക്ടറൈസേഷൻ, വളരെ കാഷ്വലായി വസ്ത്രം ധരിക്കുന്ന ആളുകൾ പോലും ഇല്ല. അല്ല, അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആക്കി കളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാറേണ്ട ഒരു കാലമായി. വേഷം പോലൊരു യൂണിഫോം പോലെ അല്ലേ, എല്ലാവരും ഒരേ തരത്തിൽ കര മുണ്ടെടുക്കുമ്പോൾ കര ഇങ്ങനെ നേരെ വടി പോലെ നിൽക്കും. അത് ഈ മിലിറ്റൻസിയുടെ ഒരു പാർട്ടാണ്. അത് മിലിറ്റൻസി, പാർട്ടിയുടെ ഒരു മിലിറ്റൻസി ഉണ്ട്. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതിൽ നാട്ടിലെ സഹാക്കൾ ഒരു ബീഡിയൊക്കെ വലിച്ച് ഒരു മുണ്ടൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും മടക്കി കുത്തി. ഇപ്പം അങ്ങനെയല്ല, മുണ്ട് മടക്കി കുത്താൻ പാടില്ല, മുണ്ട് അഴിച്ചിടാവുള്ളൂ, കര ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം.
ഷർട്ടൊക്കെ അല്ല, സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയ. അതെ അതെ, നമ്മുടെ ഈ സഹാക്കളുടെ ഷർട്ടിൻ്റെ അടുത്തൂടെ പോയ ബ്ലേഡ് കൊണ്ട് മുറിയുന്നവരെ നമ്മൾ മുറിഞ്ഞു പോകും. അത് റെജിമെന്റേഷൻ പ്രോസസ്സ് നമ്മൾ പറയുന്നതാണ്, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് അവൻ്റെയൊക്കെ ജീവിതം തന്നെ ഏതാണ്ട് ഉണക്കയായി മാറ്റുകയാണ്. അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ SNDP ശാഖാ കമ്മിറ്റികൾ പിടിച്ചെടുത്തതുകൊണ്ട്, കാരണം SNDP കമ്മിറ്റി കൂടിയിട്ടൊന്നുമല്ല, കമ്മിറ്റി കൂടിയിട്ടൊന്നുമല്ല UDF അല്ല BJP വോട്ട് ചെയ്യാൻ പറഞ്ഞു. കാണുന്ന SNDP കമ്മിറ്റികളിലൊക്കെ പലരും ഇപ്പോഴും ഇരിക്കുന്നൊക്കെ സഹാക്കളൊക്കെ തന്നെയാണ്. മനസ്സിലായി? അല്ല, അവരാരും പറഞ്ഞിട്ടില്ല CPM-നെതിരെ ആളുകൾ പോയി വോട്ട് ചെയ്തില്ല. അവർ പറഞ്ഞാലും CPM-ന് അനുകൂലം വോട്ട് ചെയ്യില്ല, എതിരായിട്ടും വോട്ട് ചെയ്യില്ല. ശാഖാ കമ്മിറ്റി എന്ന് പറഞ്ഞ SNDP ശാഖ, NSSന്റെ കരയോഗം, ഇവരുടെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആള് വോട്ട് ചെയ്യുന്ന കേൾക്കില്ല, വോട്ട് ചെയ്യില്ല. അത് അങ്ങനെ കണക്കാക്കേണ്ട കാര്യമുള്ളൂ, അവരവരുടെ പണിക്ക് വിടുക എന്നുള്ളതാണ്. ശാഖാ കമ്മിറ്റിക്കാർ പറയത്തു, കരയോഗം കമ്മിറ്റിക്കാരും പറയത്തുമില്ല. ഇതാണ് സത്യം. CPM ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. അല്ല, CPM എന്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുമായിട്ട് ഇപ്പോൾ ഒരുതരം ഗുസ്തി പിടുത്തത്തിന് പോകേണ്ട യാതൊരു കാര്യമില്ല. അവരവരുടെ വഴിക്ക് പോകട്ടെ. ഇവരുടെ വഴി മര്യാദക്ക് നടക്കുക. അതാണ് സ്വയം ശരിയാക്കുക. അല്ല, ഏത് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ്റെ ഒരു ഐഡന്റിറ്റിയും അവൻ്റെ പൊളിറ്റിക്സും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ അവർക്ക് ആളെ കിട്ടും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കാൻ മാർക്കറ്റിൽ പോയി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണമാണ് പറയേണ്ടത്, അല്ലാണ്ട് മറ്റ് പ്രൊഡക്റ്റിൻ്റെ ദോഷങ്ങൾ പറയലല്ല പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണ്. അപ്പോൾ ഗോവിന്ദനായി തന്നെ ഗോവിന്ദൻ നന്നാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, ഗോവിന്ദനും പാർട്ടിയും നന്നായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ താനെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ഏതായാലും SNDP യോഗത്തിനെയും NSSന് സമാധാനമുണ്ട് കേട്ടോ. അവരെക്കുറിച്ച് ആരും ഒന്നും പറയത്തില്ല. ഇതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞ ദിവസം നടന്നാണ് ഈ പ്രശ്നം ഇങ്ങനെ ആക്കണത്. മറ്റൊരു സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അവരവരുടെ പണിക്ക് പോകും. വെള്ളാപ്പള്ളി പറയാതെ അല്ല, ഇതിനകത്ത് ഞാൻ കണ്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പാർട്ടി റിവ്യൂ, ഇലക്ഷൻ റിവ്യൂ, മനസ്സിലായി. റിവ്യൂയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടേ വെള്ളാപ്പള്ളിയുടേതായിട്ടുള്ള സഹായങ്ങളും ഉണ്ടായിരുന്നാണ് ഞാൻ പറയണത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ അതേപോലെ തന്നെ ചൊറിച്ചിലുകളൊക്കെ ഗോവിന്ദനെ ഒക്കെ ചൊറിഞ്ഞിട്ടുണ്ടാവില്ലേ ശരിക്കും. അതുകൊണ്ടാണ് ഗോവിന്ദനെ ചൊറിയുകയും അയാൾ തിരിച്ചു പറയുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും നവോത്ഥാനത്തിന്റെ കാലം കഴിഞ്ഞു. നവോത്ഥാന സമിതി ഇവര് പൊക്കിക്കൊണ്ടിരുന്ന നവോത്ഥാനമായ വെള്ളാപ്പള്ളി ഇനി അതിൽ നിന്ന് പുറത്താക്കുവോ വെള്ളാപ്പള്ളി രാജിവെക്കുവോ എന്ന് പറഞ്ഞാൽ മതി. അല്ല, എന്തായാലും അവർ തമ്മിലുള്ള സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അവരുടെ നവോത്ഥാന നയം പുറത്താണ്. അതെ അതെ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾ യഥാർത്ഥ നവോത്ഥാനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ല, പുതിയ കാലത്ത് നവോത്ഥാനത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോലും ഈ പുതിയ തലമുറ കളിയാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നവോത്ഥാനത്തിൻ്റെ ഒരു ശരി സ്പിരിച്വൽ മീനിങ് ഉണ്ട്. അത് ഉൾക്കൊള്ളാതെ വെറുതെ ആളുകളൊക്കെ ചുവന്ന് നവോത്ഥാന നായകരായിട്ട് കൊണ്ടു നടക്കുന്നതും അപകടമാണ്. ഇവർ നവോത്ഥാനത്തിൻ്റെ അട്ടിപ്പേർ അവകാശപ്പെടുന്നതിലും അർത്ഥമില്ലാതെ മാറുകയാണ്. ജനങ്ങൾ ഇതൊക്കെ കാണുന്നത് ശരിയാണ്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ശരിയായ രീതിയിൽ ശരി എന്ന് തോന്നുന്ന പക്ഷത്താണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് ജാതി നോക്കിയിട്ടല്ല. അതിനുവേണ്ടി SNDP കമ്മ്യൂണിറ്റിയോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ CPM-ന്റെ റിവ്യൂ വരുന്ന സമയത്തൊക്കെ ഈ ജാതിക്കാർക്ക് പാർട്ടിക്കാർക്ക് മനസ്സിലായി ഒക്കെ പഴിയേറുന്നതുകൊണ്ടാണ്. NSSനെ ചീത്ത പറയുക, അതേപോലെ SNDPയെ ചീത്ത പറയുക. അങ്ങനെ സർവ്വവിധമായിട്ടുള്ള ജാതിക്കൂട്ടുകളുടെയും കുഴപ്പം കൊണ്ടാണ് തങ്ങൾ പരാജയപ്പെട്ടു വന്നാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുഴപ്പങ്ങൾ ഒരിക്കലും പറയില്ല, റിവ്യൂലും ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അതാണ് സുഖകരമായ അവസ്ഥയാണ്. ആർക്കും പരിക്കില്ലല്ലോ. അതെ, സ്വയം വിമർശനം എന്ന് പറയുന്നൊരു സാധനം വേണ്ട. അല്ല, എന്താണ് പൊളിറ്റിക്കൽ അനാലിസിസ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് പറയുന്നില്ല. അതിനുപകരം മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാലം കഴിക്കുകയും അതേപോലെ തന്നെ കൂടെ ഉള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ടുള്ള അന്ധമായ ശ്രമം തുടരുകയും ചെയ്യുന്നു. ഇത് തിരുത്താതെ ഒരിക്കലും തിരുത്തൽ പ്രക്രിയയിലേക്ക് ഇവർക്കാർക്കും പോകാം. അതെ, തീർച്ചയായും തിരുത്തൽ പ്രക്രിയയാണ് വേണ്ടത്. അതിന് ചെയ്യാതെ ഇങ്ങനെ വല്ലവരെയൊക്കെ പുലഭം പറഞ്ഞു പോയാൽ പാർട്ടി കാലയവനികയ്ക്ക് പിന്നിലേക്ക് പോകും. അതെ, അതാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്.